ഹലോ, നല്ല നമസ്കാരം. ഇഡലിക്കട 80-90 കാലഘട്ടങ്ങളിൽ നിന്നും 2025 ഒരു ട്രാവൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. രാജ് കിരൺ എന്ന് പറയുന്ന ആൾ ഇഡലിക്കട നടത്തുന്നു. വെളുപ്പിന് 3-3:30 ഉറക്കം എഴുന്നേറ്റ് ഇഡലികൾ ഉണ്ടാക്കി ആ ഇഡലിക്കടയിൽ നിന്നാണ് ആൾക്കാർ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ജോലികൾക്ക് വരും പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ധനുഷ്. അദ്ദേഹം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് ചേക്കേറുകയാണ്. ബാങ്കോക്കിലേക്ക് ചേക്കേറുന്നു. അവിടെ ഒരു വലിയ ബിസിനസ് മാഗ്നറ്റാണ് ഈ സത്യരാജ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അരുൺ വിജയ്. അദ്ദേഹത്തിൻ്റെ മകൾ ശാലിനി പാണ്ഡെ. അവർ ഈ ശാലിനി പാണ്ഡെയും ധനുഷും കൂടി പ്രേമത്തിലാകുന്നു. അവർ കല്യാണത്തിന് വേണ്ടി അവർ നാട്ടിലേക്ക് വരേണ്ടി വരുന്നു. നാട്ടിൽ വരുമ്പോൾ ഇഡലിക്കട ഒരു വിഷയമായി മാറുന്നു. ആ ഇഡലിക്കടയെ സംരക്ഷിക്കുന്നു അതോ നശിപ്പിക്കുന്നു എന്നതാണ് കഥാസാരം. ഇഡലി എന്ന് പറയുന്നത് വെറുമൊരു ആഹാരമല്ല, അത് ചിലരുടെ വികാരമാണ്. ആ വികാരത്തെ അടിവരയിടുകയാണ് ഇഡലിക്കടയിലൂടെ റൈറ്ററും സംവിധാനമായിട്ടുള്ള ധനുഷ്. ആദ്യത്തെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. കഥ പറയാനെടുത്ത ആ ഒരു പശ്ചാത്തലമുണ്ടല്ലോ, ഒരു ഗ്രാമം, ആ ഗ്രാമത്തെ ഇത് ചെയ്തുകൊണ്ട് ചുറ്റിപ്പറ്റിക്കൊണ്ട് തമിഴനെ ഇമോഷണലി എങ്ങനെ ഹുക്ക് ചെയ്യാമെന്ന് കൃത്യമായിട്ട് ധനുഷിന് അറിയാമെന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കഥയ്ക്കുള്ള വലിയ പോസിറ്റീവ് തമിഴന്മാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഇൻ്റർവെല്ല് വരെയും നല്ലൊരു ഫീല്, ഗ്രാമത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇമോഷനെ കണക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൗശിക്കിൻ്റെ DOP നല്ലതുപോലെ വർക്കായിട്ടുണ്ട്. കുറേ നല്ല ഗ്രാമ സീനും അതോടൊപ്പം തന്നെ പിന്നെ ഹോങ്കോങ്ങിലെ കുറേ നല്ല സീനുമൊക്കെ അദ്ദേഹം നന്നായിട്ട് തന്നെ ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ GK പ്രസാദിൻ്റെ എഡിറ്റിങ്ങും അദ്ദേഹവും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കളറിങ്ങും നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പാട്ട് വളരെയധികം നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ ചാമി വന്തായ എന്ന പാട്ടിൻ്റെ അതിൻ്റെ ഡാൻസ് കോറിയോഗ്രാഫി കിടുക്കാച്ച സാധനം. അത് സതീഷ് എന്ന് പറയുന്ന ഡാൻസ് കോറിയോഗ്രാഫറാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കയ്യടി നേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ GV പ്രകാശിൻ്റെ പശ്ചാത്തല സംഗീതം ഒരു രക്ഷയില്ലാത്ത സാധനം, ഗുഡ് ഫീല്. അതിലുപരി ഈ സങ്കടം വന്നിട്ടുണ്ടല്ലോ, കണ്ണുനീരിപ്പോൾ വരും എന്നുള്ള രീതിയിലുള്ള ഒരു ഇമോഷനെ ഇത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക്, GV പ്രകാശിനെ അദ്ദേഹം ഒരു കിടിലം ആളാണല്ലോ. GV പ്രകാശ് എന്ന് പറയുന്ന ഒരു സാധനം സൗത്ത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നല്ലൊരു സംഗീത സംവിധായകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇമോഷനെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, വർക്ക് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണുനീരിൻ്റെ കൊടുമുടിയിൽ ചില സമയത്ത് ചില സീനുകളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് പശ്ചാത്തല സംഗീതം കൊണ്ട്. പിന്നെ പാട്ടും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഒട്ടും നിരാശപ്പെടുത്താതെ തന്നെ പാട്ടും നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുക്കുമ്പോൾ ധനുഷ് ഈ ഒരു ഗ്രാമവാസിയായിട്ടായിരുന്നാലും അദ്ദേഹം ഒരു നഗരവാസിയായിട്ടായിരുന്നാലും നന്നായിട്ട് തന്നെ ഇഴുകിച്ചേർന്ന് നാച്ചുറൽ പെർഫോമൻസ് തന്നിട്ടുണ്ട്. നിത്യമേനോനും ധനുഷും തമ്മിലുള്ള കോംബോ വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ്. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ സിനിമയിലേക്ക് പിന്നെ നിത്യമേനോൻ കടന്നു വരുന്നത് തന്നെ. അപ്പോൾ ആ ഒരു നിത്യമേനോനും അവരുടെ ഇത് മോശമാക്കിയില്ല എന്ന് തന്നെ പറയാം. പിന്നെ അരുൺ വിജയ്, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണുന്നവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡ് നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സ്റ്റോറിയിലും ബിൽഡ് ചെയ്തിട്ടുണ്ട്, പെർഫോമൻസിലും വിജയ് നല്ല കീട്ടിലും ചെയ്തിട്ടുണ്ട്. ഇൻ്റർവെല്ല് പഞ്ചും അതോടൊപ്പം തന്നെ ഈ സത്യരാജും വിജയും തമ്മിലുള്ള ആ ഒരു കോംബോയും ഒക്കെ നന്നായിട്ട് ഇത് പെർഫോമിലൂടെ വിജയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇൻ്റർവെൽ പഞ്ച് കീട്ടിലമായിരുന്നു. അതിന് പിന്നെ വിജയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ടത് രാജ് കിരൺ, സത്യരാജ്, പാർത്ഥിപൻ, ഇളവരസ്, സമുദ്രക്കനി, അങ്ങനെ ഒരുപാട് നീളുന്ന താരനിരകളുണ്ട്. ആരെയും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഇതിൻ്റെ നെഗറ്റീവ് പറയുമ്പോൾ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണമായിരുന്നു. സാധാരണ ഒരു നോർമൽ കഥ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇമോഷൻ കണക്ട് ചെയ്യാൻ സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞിട്ടില്ല. ഈ നൊസ്റ്റു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നൊസ്റ്റു അടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഹാഫിന് കഴിഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിന് കഴിഞ്ഞിരുന്നുവെങ്കിലുണ്ടല്ലോ ഈ സിനിമ കൊണ്ട് വേറെ ലെവലാകുമായിരുന്നു, ഗുഡ് ഫീൽ നൽകുമായിരുന്നു.
ഇഡലിക്കടയും പൊറോട്ടയും തമ്മിലുള്ള ആ കടയും തമ്മിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പോര്, പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരുന്നവരുടെ വിഷയങ്ങൾ എല്ലാം കൂടി ഒരുമാതിരി അവിയൽ പരുവമാക്കി ഈ സിനിമ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയാതെ നട്ടം തിരിയുന്ന ധനുഷിനെയാണ് എനിക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ കഴിഞ്ഞത്. ഈ നാട്ടുപാസം, അമ്മാപാസം, പിന്നെ എന്തോന്ന് കാതൽ പാസം, അങ്ങനെ എല്ലാം കൂടി ചെയ്തിട്ട് കയറ്റി വെച്ചിട്ട് കോമഡിക്ക് ഒട്ടും ഒരു പ്രസക്തി ഇല്ലാതെ പോയി. അവിടെ കോമഡി വരുന്നുണ്ട്, പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ പാർത്ഥിപൻ്റെ ക്യാരക്ടർ ഒരു കല്ലുകടി പോലെ ആണ് എനിക്ക് സത്യമായിട്ട് തോന്നിയത്. നിത്യമേനോനും ധനുഷും തമ്മിലുള്ള കോംബോ ഒട്ടും വർക്കൗട്ടായില്ല. മറ്റേ സിനിമയിൽ വർക്കൗട്ടായെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ സിനിമയിലും കൊണ്ടുവന്നത്. പക്ഷേ ആ ഒരു കോംബോ ഒട്ടും വർക്കൗട്ടില്ല. പിന്നെ ഉണ്ടല്ലോ, ഈ പഴയ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യനുണ്ടല്ലോ എപ്പോഴും പുതിയ കാലഘട്ടത്തിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത്. ഇത് പുതിയ കാലഘട്ടത്തിൽ നിന്നും പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഈ മുരുകൻ്റെ ആ ഒരു ഊള കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിലൊന്നും വർക്കൗട്ടാവില്ല. അത് എന്തുകൊണ്ട് ധനുഷ് മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഇമോഷനൊക്കെ ഓക്കെയാണ്, പക്ഷേ അത് വർക്കൗട്ടാവില്ല. ഫാമിലിക്ക് വർക്കൗട്ടാവും, മറ്റുള്ളവർക്ക് എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയണം. പുതിയ ജനറേഷൻ ഇത് എങ്ങനെ വർക്കൗട്ടാവുമെന്ന് എനിക്കറിയില്ല. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ വന്ന് ചേക്കേറി ജീവിത നിലവാരം ഉയർത്തിയവർക്കൊക്കെ പെട്ടെന്ന് ഇത് കണക്റ്റ് ആവും. പക്ഷേ പുതിയ തലമുറയ്ക്ക് ഇതെങ്ങനെ കണക്റ്റ് ആകുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായിരുന്നാലും ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഇഡ്ഡലിക്കട തോന്നിയത്. ഓക്കെ, താങ്ക് യു.